2 ബ്ലൗസ് തയ്ക്കണം. തയ്ക്കാലോ, അകത്തേക്ക് കയറൂ, അളവെടുക്കാം. അളവ് ബ്ലൗസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ഓണത്തിന് തയ്പ്പിച്ച ബ്ലൗസ് അല്ലേ, അത് ശരിയാവില്ല. ഓരോ ബ്ലൗസ് തയ്ക്കുമ്പോഴും അപ്പപ്പ അളവെടുക്കണം, എങ്കിലും നന്നാവൂ. അകത്തേക്ക് പൊക്കോളൂ, ഇങ്ങോട്ട് വരിക, അങ്ങോട്ട് പൊക്കോളൂ, ഞാൻ പിന്നാലെ ഉണ്ട്, കൊല്ലാനൊന്നും അല്ലല്ലോ. കൊച്ചാപ്പി എടുത്താ പോരെ? അവന് ബട്ടൺസ് തയ്ക്കാനല്ലേ അറിയൂ. ആശാന് ഞാൻ നന്നായിട്ട് എടുക്കാം. ആശാന് അമ്പലം പിന്നെ ആശാനെ അമ്മൂട്ടി വരുന്നുണ്ട്. ഓ, എന്നാ ഈ പ്രാവശ്യം അളവ് വേണ്ട, ബ്ലൗസ് മതി. ചെല്ലേ ചെല്ലേ. എന്ന് തരും? എന്നാ വേണേ തരാം, ചെല്ലേ. അമ്മൂട്ടിക്ക് ഇതിലേതാ ഇഷ്ടം? എന്തിനാ നീ പറയുന്നേ? ശരാ, എന്നാ ഇതുകൊണ്ട് നിനക്ക് ഞാൻ നല്ലൊരു ബ്ലൗസ് തയ്ച്ചു തരാം. ഇത് ഓരോരുത്തരും തയ്ക്കാൻ കൊണ്ടുവന്ന തുണിയല്ലേ, എനിക്കൊന്നും വേണ്ട. നീ ഇതിട്ട് നടന്ന നല്ല ചന്തായിരിക്കും. ആശാനെ അളവ് എടുക്കണോ? ഇടയ്ക്ക് സംസാരിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഇത് ഞാൻ നിനക്ക് തയ്ച്ചോണ്ട് വരും കേട്ടോ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തെ പച്ചക്കിളിയെ നിന്നെ ഞാൻ പാടത്തെ പച്ച. എടാ കൊച്ചാപ്പി, എന്താടാ ഈ തുണിയിലൊക്കെ കൊച്ചു കൊച്ചു ഹോള്? അല്ല അതെന്തായിരിക്കും ആശാനെ? എടാ നീ ബീഡി വലിച്ചു കുത്തിയല്ലേടാ? അയ്യോ, ഞാൻ വല്ല നിർത്തി. എടാ കൊച്ചു കഴിവേരുടെ മോനെ, ഞാൻ അവർക്ക് നീ വേറെ തുണി മേടിച്ചു കൊടുക്കണല്ലോ. അങ്ങനെ നിന്നെ ഞാൻ ശരിയാക്കാം. സിഗരറ്റാ? ഓ, വിൽസ് പാക്കറ്റില് ചാർമിനാറാ? അതെ, ആശാന്റെ കടയ്ക്ക് ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടിയല്ലേ? നിന്റെ ഒരു വെയിറ്റ്? ഓരോരോ കള്ളന്മാര്. വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാ. അനിയത്തി പെണ്ണിനെ ഒരു നല്ല കാര്യം ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സിനിമാ കൊട്ടയിൽ ഓപ്പറേറ്ററാ. കല്യാണം കഴിയുന്ന അന്ന് മുതല് നിനക്കും നിന്റെ സ്വന്തം ഭാര്യയ്ക്കും ഫ്രീ സിനിമ കാണാനുള്ള സെറ്റപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത വ്യാഴാഴ്ച ചെറുക്കനും കൂട്ടരും പെണ്ണ് കാണാൻ വരുന്നതിനുള്ള സെറ്റപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ സ്ത്രീധനമൊന്നും കൊടുക്കാത്ത തരത്തിലുള്ള സെറ്റ്. ഒരു കാര്യം, അവൾ എന്റെ ഭാര്യയുടെ അനുജത്തിയാ, എന്നാലും ഉള്ളത് ഞാൻ പറയും. തനിക്കും കൂടി അടി കൊള്ളാതിരിക്കാനുള്ള സെറ്റപ്പിന് വേണ്ടിയാ ഞാൻ ഈ പറയണത്. നീ കാര്യം എന്താ വെച്ചാൽ, അവൾക്ക് ഒരു ലവ് ഉണ്ട്, ഒരു പ്രേമം. നീ ആയിട്ട് അങ്ങനെ വെച്ചാൽ സാരില്ല, വീട്ടിലാവുമ്പോ ആരും അറിയില്ലെന്ന് വെക്കാം. ഇത് കേസ് കെട്ട് വേറെയാ. ആരാ ആരാ? ഒരു പോലീസുകാരനായി. നീ പറഞ്ഞത് നന്നായി. ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് ഒഴിവ് പറഞ്ഞ് ഈ മാറ്റാം. അവന്റെ അമ്മയുടെ ഒരു സെറ്റപ്പും ഒരു ഓപ്പറേറ്ററും. കല്യാണം എവിടെ നിന്ന് എടുത്തിട്ട് നടത്തണം നീ പറയണേ? നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായാലും എവിടുന്നെങ്കിലും കടവും വായ്പയും വാങ്ങി നമുക്കതങ്ങ് നടത്താം. ആ അച്ചുതൊട്ടാരോട് വാങ്ങിയിട്ടുള്ള മുതല് പോട്ടെ, പലിശ പോലും കൊടുത്തിട്ടില്ല. ആ പറയാൻ മറന്നു, ഇന്ന് തട്ടാര് വന്നിരുന്നു. ഇത്തിരി പൊന്നും പൊടിയും ഒക്കെ എന്റെ കയ്യിലും ഉണ്ടല്ലോ. എല്ലാം കൂടി എടുത്ത് നമുക്ക് എങ്ങനെയെങ്കിലും അതങ്ങ് നടത്തണം. ഇങ്ങനൊരു കാര്യം ഒത്തു കിട്ടാനാ പാട്. ശാന്തേ, അമ്മുവിനെ കുറിച്ച് എനിക്ക് വിചാരില്ലാന്നുണ്ടോ? എപ്പോഴും അവളാ എന്റെ മനസ്സിൽ. എന്റെ മനസ്സില് ഒരാലോചന ഇല്ലാതില്ല. എന്താ അത്? അല്ല, നിനക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നാണ് എന്റെ ഒരു ശങ്ക. ഭാർഗവേട്ട് നല്ലതല്ലേ ആലോചിക്കൂ. നല്ല കാര്യമാണെങ്കിൽ നമുക്കത് നടത്താം. പറയൂ ഭാർഗവേട്ട. ആലോചിച്ചിട്ട് അതേ ഒരു വഴി കാണുള്ളൂ. അല്ല, അതുകൊണ്ട് എനിക്കും നിനക്കും അമ്മൂനും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. കല്യാണം കഴിഞ്ഞു എന്ന് വെച്ചിട്ട് കടം കയറി പെരുകൂല്ല. എന്താണെന്ന് വെച്ചാ തുറന്നു പറ ഭാർഗവേട്ട. പറയാം. ഒരു പുണ്യപ്രവൃത്തിയും നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നതെന്ന് നീ കരുതണം.
മനസ്സാ വാചാ കർമ്മണ ഈ ഭാർഗവേട്ടന് വേറെ ഒരു ഉദ്ദേശവും ഇല്ല. അമ്മൂനെ ഞാൻ തന്നെ അങ്ങോട്ട് കെട്ടിയാലെന്താ? ഇതിത്ര വലിയ കാര്യമൊന്നുമില്ല. നാട്ടിലൊക്കെ സാധാരണ നടക്കുന്ന സംഭവ. നമുക്കാണെങ്കിൽ ഒരാൺകുട്ടി ഇല്ല. ഇനി ഒട്ട് നിനക്കതിന് കഴിയൂല. എന്റെ കാലശേഷം നമ്മുടെ കടയൊക്കെ നോക്കാൻ ഒരാള് വേണ്ടേ? എല്ലാം ഈ ചേച്ചേന്ന് കരുതിയാ മതി. പൊന്നും പുടവയും തന്ന് നിന്നെ കെട്ടിച്ചയക്കാൻ ഈ ചേച്ചിക്കാവില്ല കുട്ടി. മോളെ, ഈ ചേച്ചിക്ക് ഇനി നിന്നോട് ഒന്നേ പറയാനുള്ളൂ. നിനക്ക് ഇഷ്ടമുള്ള ആരുടെ കൂടെ വേണമെങ്കിലും ഒളിച്ചു പൊയ്ക്കോ. മനസ്സും ശരീരവും മരവിച്ച് ഈ ചേച്ചിക്ക് ഇത്രയേ ചെയ്യാൻ കഴിയൂ. നേരം മങ്ങിയ നേരത്തക്കര മാനത്തെത്തുവതാരാ? എന്താ എന്താ പിള്ള ചേട്ടാ, വിശേഷം വല്ലതും ഉണ്ടോ? നിനക്ക് നേരിട്ട് അളവെടുത്താലേ തയ്യൽ വരത്തുള്ളോ? ഏയ് അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ബ്ലൗസ് കൊണ്ടുവന്നാല് ആ ബ്ലൗസ് വെച്ച് അളവെടുക്കാം. പിന്നെ സ്വന്തക്കാരാവുമ്പോ കറക്റ്റായിട്ട് ഫിറ്റായിട്ട് അല്ല നന്നാവാൻ വേണ്ടി. നീ ഇവിടെ കുറെ നന്നാക്കുന്ന ലക്ഷ്യമുണ്ട്. അടിച്ചു അയ്യോ എന്നെ തല്ലല്ലേ. ഭാര്യ യൂട്രസ് ഒരു അത്യാവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്ക. തല്ലിയ കേടുപറ്റേ. നിന്റെ തിരിച്ചുകൊള്ളു നീ. എന്നാ തെറണ മണി കൊണ്ടോ. അവന്റെ ഒരു അളവെടുപ്പ്. ആശാനേ, നീ എവിടേക്കാണ് ഓടിപ്പോയത്? അതെ, നാലുപേരെ വിളിച്ചോണ്ടരാനാ. എന്തിനാ എന്റെ ശവം പൊക്കിക്കൊണ്ടുപോവാനാ? മനുഷ്യന് സമാധാനമായിട്ട് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല എന്ന് വെച്ചാല് ഞാൻ ഇത് പൂട്ടി വല്ല ബോംബെക്ക് പോകാൻ പോവാ. ഒരു അളവെടുത്തതിന് ഇത്ര വലിയ പ്രശ്ന? താനേ സ്വർണ്ണത്തെ ചെമ്പ് ചേർത്തോ, ചെമ്പ് സ്വർണ്ണം ചേർത്തോ ആഭരണം പണിത്? അനാവശ്യം പറയരുത്. ശ്രീയാണെന്ന് ഞാൻ ഓർക്കില്ല. എന്റെ മോക്ക് പണിത് വന്ന ആഭരണം ചെമ്പ് ചേർത്തല്ലേ താൻ പണിത്? അതാണ് ചെമ്പ് ചേർത്ത് സ്വർണ്ണം പണിയാൻ പറ്റൂ. അത് ഞങ്ങൾക്കറിയാം. എനിക്ക് ഇങ്ങനെ പണിയാൻ പറ്റൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോണ്ട് പോകും. നിനക്കിത് വേണ്ട. ഒന്നുകിൽ സ്വന്നിരിച്ചതാ, അല്ല മേടിപ്പിക്കണോ? തരാൻ മനസ്സില്ല. നീ മേടിക്കണോന്ന് കാണണമല്ലോ. ഒന്നും തിരിച്ചു മേടിച്ചില്ലെങ്കിൽ എന്റെ പേര് ദാമോദരനല്ല. അന്നേരം കാണാം. ഞാനെന്തോ ആദ്യം ചെയ്യുന്ന പോലെ കയറി വന്നിരിക്കുന്നു.